പേർലിമാണി എയറിലാണ്, വെറും എയറിലല്ല, അങ്ങ് ബഹിരാകാശത്താണ് എന്ന് വേണം പറയാം. പേർലിമാണിയെ കുറിച്ച് പറയുമ്പോൾ പണ്ടുപോലെ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്ന ഡി4 ഡാൻസിലാണ്. ഞാൻ ആ പരിപാടി കാണാറില്ലായിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കും ഇത് കാണുമ്പോൾ. അപ്പോൾ ഇത്രയും ക്രിഞ്ചായിട്ട് പറയുന്ന ആരാന്ന് അറിയാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ഇവരാണ്. അങ്ങനെയാണ് ചുരുണ്ട പൊടിയൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഇവർ മാത്രമല്ല, ആ പരിപാടി മൊത്തത്തിൽ തീരെ സഹിക്കാൻ പറ്റാത്തൊരു ക്രിഞ്ചായിരുന്നു. ഞാൻ പലപ്പോഴും വീട്ടിൽ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിരുന്ന് കാണുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് 2018 ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് സീസൺ. അപ്പം അതും വീട്ടിൽ കാണുമായിരുന്നു. ഒരു പുതിയ പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിൻ്റെ തമിഴ് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. ഓവിയൊക്കെ ഉണ്ടായിരുന്ന കമൽഹാസൻ ഹോസ്റ്റ് ചെയ്ത ഷോ. അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സിൽ ഒന്നായിരുന്നു പേർലിമാണിയുടെ. ഞാൻ രഞ്ജിനി ഹരിദാസൊക്കെ ആയിരിക്കും ഏറ്റവും ഇറിറ്റേറ്റിംഗ് എന്ന് വിചാരിച്ചാണ് ആ ഷോ കണ്ടെങ്കിലും, പക്ഷെ അതിനകത്ത് ഏറ്റവും ഇറിറ്റേറ്റിംഗ് പേർലിമാണിയായിരുന്നു. 24/7 മൂഡ് സിങ്സ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നം ഉണ്ടാക്കുക, ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആരെങ്കിലും വിമർശിച്ച് കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറുക, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക, പൊട്ടിത്തെറിക്കുക. ആകെ അതിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ശ്രീനിഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമാണ് ഇവരെ അതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിയോട് വരെ തൊട്ടതിനും പിടിക്കുന്നതിനൊക്കെ തട്ടിക്കയറുന്നതായിട്ടാണ് അതിനകത്ത് കണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഈ ആങ്കർ ചെയ്യുമ്പോൾ ഓൺ സ്ക്രീൻ ക്യാരക്ടറും ബിഗ് ബോസിലെ ക്യാരക്ടറും എൻ്റയർലി രണ്ട് ധ്രുവങ്ങളിലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൺ സ്ക്രീൻ മച്ച് ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇവർ പറയുന്ന ഡയലോഗാണ് ഐ ആം പേർലിമാണി. ഞാനെന്തോ വലിയ സംഭവമാണ്, മറ്റുള്ളവരൊക്കെ എനിക്ക് താഴെയാണെന്നൊക്കെയുള്ള എന്തൊക്കെയോ ചിന്ത പോലെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ രജനി ഹരിദാസ് നല്ല രീതിയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡയലോഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ സ്റ്റോറിയിലും പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടോ ഇവരുടെ അഭിപ്രായമോ അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല, അതിനൊന്നും ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ വരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, എന്ത് പറയണം എന്ത് പറയണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ട്. ഇത്രയും സ്റ്റുഡൻസ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങളുടെ ജീവനേക്കാളും വലുതല്ല ഒന്നും, നിങ്ങൾ വീട്ടിലേക്ക് പോവുക എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സമരവും എല്ലാ പ്രൊട്ടസ്റ്റുകളും കുറേ ആളുകൾ ജീവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും. നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള ആളുകളും നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇന്ന് സംസാരിക്കുന്നതും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതും. അല്ലെങ്കിൽ ഇന്നും ബ്രിട്ടീഷുകാർക്ക് അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. നമ്മുടെ വീടുകളിൽ തന്നെ കയറി ബ്രിട്ടീഷുകാർ അവർക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക, നമ്മുടെ സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോവുക. ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം. കോഹിനൂർ എന്ന് പറയുന്ന ഒരു ഡയമണ്ട് ഉൾപ്പെടെ കൊണ്ടുപോയെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത്. സോ ഇന്ന് നമ്മൾ അതുപോലെ നമ്മുടെ ഫുൾ റിസോഴ്സസ് ഒരു കൊള്ളയടിച്ചുകൊണ്ട് പോയി ഒന്നുമില്ലാത്ത അവരുടെ അടിമകളായിട്ട് ജീവിക്കേണ്ടിയിരുന്ന നമ്മളൊക്കെ ഇന്ന് ഇത്രയും ഫ്രീഡത്തോടുകൂടി, കമ്പാരേറ്റീവ്ലി ഫ്രീഡത്തോടുകൂടി ഇന്നിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അന്ന് മഹാന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ത്യാഗം ചെയ്തതിൻ്റെ ഫലമാണ്. സോ ഇന്ന് അതുപോലെയാണ് കുറേ അധികം സ്റ്റുഡൻസ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് നേരിട്ട അനീതിക്കെതിരെ ഒരു സ്ഥലത്ത് പോരാടുകയാണ്. ഞാൻ ഒരു പാർട്ടിയുടെ സപ്പോർട്ടറല്ല, ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി അതിനെ സപ്പോർട്ടറല്ല, ഞാൻ ഈ ഒരു പാർട്ടിയുടെയും കൂടെ അല്ല. ഞാൻ ആകെ സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്, അവരുടെ വികാരങ്ങളെയാണ്, പുതുതലമുറയാണ്. അതിനെ ഞാൻ അങ്ങ് വരെ എനിക്ക് എത്ര നാൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. കാരണം ജെൻസി എന്ന് പറയുന്ന ഈ തലമുറ ഇപ്പോൾ പോരാടുന്നത് ജെൻസിക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന തലമുറയായിട്ടുള്ള അതിനടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്. സോ അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനസാക്ഷി വെച്ച് ഒരാൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമരമാണ്. അതിനിടയിൽ ഞാനൊരു അപ്ഡേറ്റ് പറയാം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ വിജയമാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് വീടും നാടും എല്ലാം വിട്ട് അവിടെ പോയി സമരം ചെയ്ത് ത്യാഗം ചെയ്ത ഓരോ വ്യക്തിയുടെയും വിജയമാണ്. ഇതിനുവേണ്ടി ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിച്ച നമ്മൾ ഓരോരുത്തരുടെയും വിജയമാണ്. മാത്രമല്ല ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അനീതി കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളൊരു താക്കീതും കൂടിയാണ്. കർഷക സമരം ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്തിയ പോലെ ഇതിനെ അടിച്ചമർത്താൻ സാധിക്കാത്തത് യുവതലമുറയുടെ വിജയമാണ്. സോ പേർലിമാണി അവരുടെ കാഴ്ചപ്പാട് എന്ത് തന്നെ ആയിക്കോട്ടെ, അവർ സപ്പോർട്ട് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ഇവരുടെ പ്രവൃത്തിയും സംസാരവും രണ്ടും രണ്ട് എക്സ്റ്റെൻഡിലാണ്. രണ്ടും തമ്മിൽ ഒരു എന്താ പറയുന്നത്, ഒരു മാച്ചും ഇല്ല. എന്തൊക്കെയോ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന പോലാണ് പൊതുവെ ഉള്ളൊരു പ്രവൃത്തിയും കാര്യങ്ങളും. ഇപ്പോൾ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. I love criticisms, that's what makes me grow. But does someone filter the bad ones or? Actually, there are no bad ones. Oh. Isn't that normal? Like seriously, which is like. You're sitting with me and asking it. അയ്യോ, തൊലിയൊക്കെ ഉരിഞ്ഞു പോകുന്നു. അതായത് ആ ഹോസ്റ്റ് ചെയ്ത പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, അപ്പം ആരാണ് ഈ ബാഡ് കമൻസ് ഒക്കെ ഫിൽട്ടർ ചെയ്യുന്നത്? അപ്പോൾ അവർ പറയുന്നത് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ ബാഡ് കമൻസ് ഒന്നും ഉണ്ടാവാറേ ഇല്ല. പറഞ്ഞാൽ ഒരു ഓ എന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ വാവ് ഓ ഒക്കെ നോക്കുമ്പോൾ ഇസ് ദാറ്റ് നോർമൽ, ഇതത്ര നോർമൽ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ എൻ്റെ ദൈവമേ, അസഹനീയം. എന്നിട്ട് ഈ പറഞ്ഞ വ്യക്തിയാണ് കുത്തിയിരുന്ന്
നെഗറ്റീവ് വന്ന കമന്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് നെഗറ്റീവ് കമന്റ് ഇട്ട ആൾക്കാർ ബ്ലോക്കും ചെയ്തത്. നെഗറ്റീവ് കമന്റ് ഇടുന്ന നെഗറ്റീവ് കമന്റ് ഡിലീറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ബ്ലോക്ക് ചെയ്യുന്നോ ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒക്കെ എല്ലാവരുടെ ഇതിലും വരാറുണ്ട്. ഇപ്പൊ ഇനി മഹാത്മാഗാന്ധി വന്ന് വീഡിയോ ചെയ്താലും അദ്ദേഹത്തിന്റെ വീഡിയോയുടെ അണ്ടറിലും നെഗറ്റീവ് കമന്റ് വരും. ഇപ്പൊ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്നില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ലോക കള്ളമാണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും നെഗറ്റീവ് കമന്റ് വരും. നെഗറ്റീവ് കമന്റ് വരാത്ത ആരുമില്ല. അപ്പം നമ്മൾ നെഗറ്റീവ് കമന്റ് വരുമ്പോൾ നമ്മൾ പലരും പല രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ചില ആൾക്കാർ അത് ഇഗ്നോർ ചെയ്ത് വിടും. ചില ആൾക്കാർ നെഗറ്റീവ് കമന്റോടെ നമ്മളെയോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ അല്ലെങ്കിൽ അത്രയും മോശമായിട്ട് സംസാരിക്കുകയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാം, അങ്ങനെയുള്ള ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാം. ബ്ലോക്ക് ഓപ്ഷനും ഡിലീറ്റ് ഓപ്ഷനും ഒക്കെ വെച്ചിരിക്കുന്നത് അതിന് തന്നെയാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ആണ് പ്രധാനം. പക്ഷെ അതിന് ഇങ്ങനൊന്നും പറയരുത്. ബൈസൈക്കിൾ തീവ്സ് മൂവിയിൽ ആസിഫ് അലി പറഞ്ഞ പോലെ നീ മോഷ്ടിച്ചു, പക്ഷെ ഞാൻ മോഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോഷ്ടിക്കരുത്. അതുപോലാണ് എനിക്ക് തോന്നിയത്. വന്ന നെഗറ്റീവ് കമന്റ് മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവ് കമന്റേ വരാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എക്സ്പോസ്ഡ് ആവും. ഇപ്പൊ ഇത് തന്നെ ഒരുപാട് പേരാണ് ഇവർ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എക്സ്പോസ്ഡ് ആവും. അത് 100% ഉറപ്പാണ്. പക്ഷെ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് കണ്ടപ്പോഴേ എനിക്ക് ഏകദേശം ഇവരുടെ ഒരു ക്യാരക്ടർ ഓൾമോസ്റ്റ് മനസ്സിലായിരുന്നു. തീരെ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് അംഗീകരിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിട്ട് അന്നേ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ പണ്ടേ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് ഇവരുടെ കോണ്ടന്റ്സ് കൺസ്യൂം ചെയ്യാറില്ല, കാണാറില്ല. പിന്നെ റീൽസ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവരിട്ട ആ ഒരു പോസ്റ്റിന് വളരെയധികം വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിമർശനങ്ങൾ വന്നു. ഇവരുടെ ഡൈഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ടുള്ള മറ്റ് ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് അവർ തന്നെ പറഞ്ഞു ഞങ്ങളുടെ മനസ്സിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോയി, അതുപോലെ ഐ വാസ് ലുക്കിംഗ് അപ് ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എല്ലാം മാറി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അങ്ങനെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. ആ ഒരു ഇമേജ് പോയതിൻ്റെ ഒരു വിഷമമാണ് അവരൊക്കെ പങ്കുവെച്ചത്. ദ തിങ് ഈസ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിട്ട് തോന്നില്ല. അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അതിന് നാട്ടുകാർ പൊങ്കാല ഇട്ടു, അവരത് കേൾക്കുന്നു, ഇവർ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നു, ഇവർ പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്നു, അതൊക്കെ ഓക്കെ. പക്ഷെ ഇവർ പറഞ്ഞ ഒരു കമന്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അതായത് ഇവരെ പല ആളുകൾ വിമർശിക്കുന്ന കൂട്ടത്തിൽ സിബി മലയിൽ സാറിന്റെ മോനും ഒരു പോസ്റ്റ് ഇവർക്കെതിരെ ഇട്ടായിരുന്നു. അപ്പം അത് സിബി മലയിൽ സാറാണ് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്നറിയില്ല, ഇവരിട്ടൊരു സ്റ്റോറിയിൽ അദ്ദേഹത്തിന് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറയുന്നൊരു സാധനം പറഞ്ഞു. ആ ഒരു സാധനമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നമുക്കറിയാം ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന്, ഇവരുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്നൊക്കെ അറിയാം. നാക്കും ബ്രെയിനും തമ്മിൽ വലിയ കണക്ഷൻ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ വായി തോന്നുന്ന രീതി വിളിച്ചു പറയുന്ന ഒരാളാണ്, എല്ലാം ഓക്കെ. അത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്കൊന്നും പോകരുത്. അപ്പോൾ ആളുകൾ പ്രതികരിക്കും. മലയാളത്തിൽ എണ്ണം പറഞ്ഞ ഓൾ ടൈം ക്ലാസിക് ആയിട്ട് ഇന്ന് സമൂഹം കണക്കാക്കുന്ന പല സിനിമകളുടെയും സംവിധായകനാണ് അദ്ദേഹം. അതിൽ കിരീടം എന്ന് പറയുന്ന സിനിമയുണ്ട്, ദശരഥം എന്ന് പറയുന്ന സിനിമയുണ്ട്, മമ്മൂക്കയുടെ തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയുണ്ട്, ലാലേട്ടന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്ന സതയം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, കമലദളം, പിന്നെ റിലീസായ സമയത്ത് ഫ്ലോപ്പായിട്ട് ഇന്ന് ജെൻസി തലമുറ തലയിലെടുത്തു വെച്ച് കൊണ്ട് കിടക്കുന്ന സിനിമയാണ് ദേവദൂതൻ എന്ന് പറയുന്നത്, ആകാശദൂതം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇതൊക്കെ ഞാൻ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. എന്നിട്ടും ഇന്നും ആ സിനിമയുടെയൊക്കെ റെലവൻസ് നമ്മുടെയൊക്കെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഹിസൈനസ് അബ്ദുള്ള, സമ്മറിൻ ബദലഹം ഒക്കെ ഇപ്പോഴും കൾട്ട് ക്ലാസിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇത്രയും സിനിമകൾ സംവിധാനം ചെയ്ത ലെജൻഡറി ഡയറക്ടർ എന്ന് ഞാൻ പറയും. ലെജൻഡറി ഡയറക്ടറായിട്ടുള്ള സിബി മലയിൽ സാറിനെ കുറിച്ച് ഫീലിയ ഫിലിം മേക്കർ എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ പേർലി മണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഓൾ കരിയറും സിബി മലയിൽ സാറിന്റെ ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു സിനിമയും കൂടെ ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ദേവദൂതൻ ആണ് ആ സമയത്ത് ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമ. ആ സിനിമയും ഈ പേർലി മണിയുടെ ഹോൾ കരിയറും കൂടെ എടുത്തു വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 90% ആൾക്കാരും സിബി മലയിൽ സാറിന്റെ ഫ്ലോപ്പ് സിനിമയായിട്ടുള്ള ദേവദൂതൻ ചൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഫെയിലിയർ ഫിലിം മേക്കർ എന്ന് പറയുന്നത്. ചില ആളുകൾ ഈ വാപോയ കോടാലി പോലാണ്. ചെറുതായിട്ടൊന്ന് പ്രൊവോക്ക് ചെയ്ത് കൊടുത്ത എന്തൊക്കെ വിവരക്കേട് വിളിച്ചു പറയുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവരുടെ ബ്രെയിനും നാക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ അവർ സംസാരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളെ സമൂഹം ഒന്നെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് അത് തകർന്നു പോയിട്ടുള്ള പ്രഷർ താങ്ങാൻ പറ്റാതെ സമതല തെറ്റി പറഞ്ഞു പോയിട്ടുള്ളതാകാം. അപ്പം അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ, അവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. സമൂഹത്തിൽ ഇനി അവരൊന്നും ചെയ്യാനില്ല. അവരുടെ ആ ഒരു പ്രൈം ടൈമിൽ അവരെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു. ഒരാൾ ലെജൻഡ് ആവണമെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. ആ പ്രൈം ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ മതി. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുക്കുക, അദ്ദേഹം ജീവിതകാലം മുഴുവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. അദ്ദേഹത്തിന്റെ പ്രൈം ടൈമിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചരിത്രം നിലനിൽക്കുന്ന കാലം വരെ അദ്ദേഹം ലെജൻഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയൊക്കെ ഫെയിലിയർ ഫിലിം മേക്കർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേട്ട് വന്നിട്ടുള്ള ഒരാൾ ചോദിക്കുകയാണ്, അദ്ദേഹം ഫെയിലിയർ ആണെങ്കിൽ പിന്നെ സക്സസ് എന്നാണ്, ജീവിതത്തിൽ സക്സസ് എന്നാണ്. പരിചയമുള്ള കുറച്ച് സിനിമക്കാരെ വിളിച്ചുകൊണ്ടോ നിർത്തി അല്ലെങ്കിൽ ഡബിൾ മീനിങ് ടൈപ്പ് കോമഡി പറഞ്ഞ് ഇന്റർവ്യൂ നടത്തുന്നതാണോ സക്സസ് എന്ന് ചോദിച്ചാൽ അതിന് എന്ത് മറുപടി പറയും? ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിച്ചതല്ല.
അങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? തീർച്ചയായിട്ടും ആളുകൾ ചോദിക്കും. അപ്പോൾ ഒരാളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ വലിയൊരു കൂട്ടം ആളുകൾ ഇഷ്ടപ്പെടുന്ന വളരെയധികം സിനിമകൾ, വളരെയധികം സംഭാവനകൾ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള, കലാമേഖലയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ.